അങ്ങനെ ഗൈസ് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ വഴി തെറ്റി. അവൻ്റെ പുതിയ വീട് പണിയെടുക്കണതിൻ്റെ അവിടെയാണ് ഞാൻ എത്തിയത്. വണ്ടി പാർക്ക് ചെയ്യുന്നതൊക്കെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ നാരായണൻകുട്ടി അങ്ങ് വരാൻ പറഞ്ഞു. അവൻ വന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. നാരായണൻകുട്ടി സിയർ. വഴി തെറ്റി ഞാൻ ഇവിടം വരെ എത്തിയത്. എവിടെയാണോ ഇത്? എവിടെയാണ് പാർക്കിംഗ്? അതെനിക്കറിയാം. ഇതാണ് പുതിയ വീട് ഗൈസ്. യെസ്. എങ്ങോട്ടാണ്? മൊത്തം ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇന്ന് മൊത്തം. അങ്ങോട്ടാണോ പാർക്കിംഗ്? അവിടെയാണോ ഓഫീസ്? അങ്ങനെ നടന്നു വരണോ? അത് വണ്ടി ഇവിടെ ഇട്ടാൽ വണ്ടി തന്നെ പോകണം. എന്നാ ടീച്ചർ കൊടുത്തിട്ട് ഞാൻ നടക്കാം, മുണ്ടെടുത്ത് നടക്കാം. എന്തായാലും വ്ളോഗിലൊക്കെ വരണല്ലേ, ഞാൻ മുണ്ടെടുത്തല്ലേ എല്ലാവരും കാണുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഉടുത്തു തന്നത് നാരായണൻകുട്ടിയാണ്. നാരായണൻകുട്ടി കാണിച്ചത് ഹൗസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് മുണ്ടുടുത്ത എന്നെ കണ്ടിട്ട് എന്തോ തോന്നുന്നു? ചേർന്നുണ്ടാടാ? ഇത് ശീലമാക്കണോ? കഴിഞ്ഞു ഓടേ. ഇല്ലല്ലോ, ഒരു പേടിയുണ്ട് കേട്ടാ ചെറിയതായിട്ട് ഈ സാധനത്തിൽ. സന്ദീപേ എങ്ങനെയുണ്ടടാ? സന്ദീപിന് സെറ്റാണോടാ? പിന്നെ ഒന്നും നോക്കിയില്ല, ചാലഞ്ച്. പക്ഷേ എന്താണെന്ന് നോക്കാൻ എന്തായാലും. കാർത്തിക്കിൻ്റെ റോഡിൽ, പക്ഷേ ഇത് കാർത്തിക്കിൻ്റെ ഓഫീസിൻ്റെ സൈഡല്ലേ? അങ്ങനെ നമ്മൾ മുണ്ടൊക്കെ കൊടുത്ത്, ഞാൻ നേരത്തെ കൊടുത്ത് കേസ്. എനിക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ. മുണ്ട് സെറ്റപ്പ് ഒരു സൈഡ് നോക്കുമ്പോഴത്തേക്ക് നല്ലതാണ്. ഉടുത്ത് നടന്നൊരു നാക്ക് കിട്ടുമല്ലോ. അതെ, കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നീ വീണ്ടും ഉടുത്ത് തരുമല്ലോ. അതുകൊണ്ട് ഗൈസ് നമ്മൾ കാർത്തികിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ മേക്കപ്പ് ഇടുകയാണെന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് പോയി മേക്കപ്പ് ഇടുന്ന കാർത്തികിനെ കാണാം. ഉറക്കമില്ലാതെയാണ് ഞാൻ വന്നേക്കുന്നത്. എന്തിനാണെന്നറിയാമോ? അവൻ്റെ റെഡിയാവുന്ന സംഭവങ്ങളും കൂടെ എടുക്കാം. ചെറുക്കൻ ഒരുങ്ങുന്നത്. ഞാൻ 4 മണിക്ക് 5:30 പിടിച്ചു. നീ 4:30 വന്നിട്ടാ? 4 മണിക്ക് 5:30 പിടിച്ചു. ഞാൻ രാത്രി 11 മണിക്ക് കിടന്നിട്ട് ഉറങ്ങിയതേ ഇല്ല. 3:30 ആയപ്പം ഇറങ്ങി. 4 മണിയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിൽ നിന്ന്. 5 മണിക്ക് കൊടുത്തല്ലേ? അത് 4 മണിക്ക് ഇറങ്ങി. ഞാൻ 7:30 ആയപ്പോൾ എത്തിയടാ അവിടെ. 7:45 ഉള്ളൂ. ഞാൻ എനിക്ക് തോന്നുന്നു 3.5 മണിക്കൂറിൽ എത്തിയെന്നു. 3.5 മണിക്കൂറിലെത്തി. യെസ്, ഉറക്കം ഉണ്ടായിരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയാൽ മതിയെന്നായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി ഉറങ്ങിപ്പോയല്ല വണ്ടിയിൽ. അങ്ങനെ ഗൈസ് നമ്മൾ കത്തിച്ചിട്ട് 3.5 മണിക്കൂറിൽ. ഓ വാവ്, ഇതാണ് ഗൈസ് എൻട്രി. അടിപൊളി. ഇതൊക്കെ ആരാ ഡെക്കറേഷൻ? ഇനി പേരൊക്കെ എഴുതുമായിരിക്കുമല്ലോ. വെളിയിൽ പേരൊന്നും എഴുതുന്നില്ലേ? കാർത്തിക് വെഡ്സ്. കാർത്തിക് ഓടി നടന്ന വഴികൾ. അവൻ്റെ വ്ളോഗിൽ അവൻ ഓടി ഈ വഴിയെ കൂടെയൊക്കെ എല്ലാം ഓടിയൊക്കെ വേണം. അങ്ങനെ ഗൈസ് നമ്മൾ കാർത്തികിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നോക്കട്ടെ അവിടെ എത്തുമ്പോൾ കാണിക്കാം. നാരായണൻകുട്ടി മറ്റേ സഞ്ചാരിയിലെ ഗൈഡിനെ പോലെയാണ്. സ്പൾബർ കണ്ടു പരിചയമുള്ള വഴികൾ. വെൽക്കം ടു ദ ബിഗിനിങ് ഓഫ് എ ലൈഫ് ടൈം. കാർത്തിക് സൂര്യ. വാവ് ഗൈസ്, നമ്മൾ കാർത്തിക്കിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ അകത്തുണ്ടോ? പിന്നെ ഊരണമല്ലോ. പോഡ്കാസ്റ്റാടേ. അമ്മേ, എന്താടാ തുടങ്ങിയോ? വെൽക്കം ടു മൈ വ്ളോഗ്. കൊള്ളാടാ. പൂച്ച. എന്റെ കാണാം. എല്ലാം കറിയടാ, എല്ലാ രീതിയിലും, നല്ല രീതിയിൽ. സാധനം കാണിച്ചതിന് വേണ്ടിയാണ് വന്നേടാ. അവനെ കൊണ്ട് ഉടുപ്പിച്ച്. താഴോട്ട് ഓ കാണാതിരുന്നുണ്ടാ. എങ്ങനെയാ സെറ്റല്ലേ? വർഷ ജീവിതത്തിൽ ആദ്യമായിട്ട് മുണ്ടുകൊടുത്ത എന്നെ കാർത്തിക
അല്ല ഒരു എങ്ങനെയൊക്കെ വെച്ചേക്കാണ് കേട്ടാ. ഓക്കെ ഗൈസ്, അതെന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. യമന അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, നമ്മൾ എത്രയോ കല്യാണങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞോടെ കണ്ടല്ലേ ഷാരുവിന്റെ വെച്ച്. ഓക്കെ ഗൈസ്, അപ്പം രാവിലെ ഒരു 3 കേട്ടോ. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇടിയപ്പം, ഹോസ്റ്റഡ് ബൈ സന്ദീപ്. അല്ല നീ എനിക്ക് നാണിച്ചിട്ട് കാര്യമില്ല, നീ എല്ലാ വ്ളോഗിലും വരുന്നുണ്ട്. നിനക്ക് ഇപ്പോഴും നാണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്നെപ്പോലെ ആവടാ, ഞാൻ കണ്ടില്ലേ കറ തീർന്ന വ്ളോഗറായി മാറിയിരിക്കുകയാണ്. കടലക്കറി ഗൈസ് മതിയാ, മതി കുറച്ച്. രാവിലെ ഇടിയപ്പവും കറിയും. കമോൺ, കാപ്പി ഉണ്ടോ? ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഗൈസ്. നാരായണൻകുട്ടി ബുഫേയുടെ അടുത്ത് നിൽക്കുന്ന നാരായണൻകുട്ടി. ഓക്കെ ഗൈസ്, നമുക്ക് ടേസ്റ്റ്. ഓ അതാണ് അവൻ പറഞ്ഞത്, ഫുഡാവാൻ നോക്കണം മുമ്പിൽ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് അടിക്കട്ടെ. ഇങ്ങനെ നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടിടിയപ്പം. ഓ കിടു, നല്ല ഹോം മെയ്ഡ് ടേസ്റ്റ് കേട്ടോ. എത്ര മണിക്ക് കുട്ടി നമ്മൾ പോയത്? സന്ദീപ് നേരത്തെ പോയായിരുന്നു. ഞാൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി, ഗിരീശനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും 4:30 കണ്ടായി. നൈസ് ഫുഡ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ. അങ്ങനെ വ്ളോഗിൽ കണ്ട ഇതിൻ്റെ പേര് ഇതിങ്ങനെ സിറ്റ് ഔട്ടാ, നടുമുറ്റം. കൊള്ളാം ഗൈസ്, അടിപൊളി. നൈസ് ഫ്രെയിം, അങ്ങനെ അടിപൊളി ഫ്രെയിം അല്ലേ, സൂപ്പർ. ഓക്കെ ഗൈസ്, നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ അവൻ്റെ നടുമുറ്റത്ത് വന്നിരിക്കുകയാണ്, തണലത്ത് വന്നിരിക്കും. എന്താ സുഖം. ഓ ഇവിടെ നിന്ന് കത്തിയൊക്കെ ചിരിക്കാൻ നല്ല സുഖമാണല്ലേ. എന്താ നമ്മൾ പയ്യൻ ഇവൻ്റ് ഓർഗനൈസറാണല്ലേ ഫുൾ. ഇവൻ്റ് കമ്പനിയുടെ പേരെന്താണെന്ന്? ബെല്ല ഇവൻസ് അല്ലേ. ഓക്കെ, ബെല്ല ഇവൻസ്. ഇവിടുത്തെ ബൗൺസർ മുതൽ എല്ലാം സപ്ലൈ ചെയ്യുന്ന പുള്ളിയാണ്. പുള്ളി ഒരു വലിയ എൻ്റർപ്രണറായിട്ട് വരട്ടെ. പുള്ളിക്ക് നാണമൊക്കെ. ഓക്കെ, മാർക്കറ്റ്. അപ്പോൾ ഗൈസ്, അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇറങ്ങുമ്പോൾ നമ്മളും ഒരുമിച്ച് ഇറങ്ങാനുള്ള പരിപാടിയാണ്. രാഹുകാലത്തിന് മുമ്പേ നമ്മൾ ഇറങ്ങുന്നു, നേരെ മണ്ഡപത്തിലോട്ട് പോകുന്നു. ബൈ. ഇരിക്കുകയാണ് സുജിത്ത് അണ്ണൻ. എന്തുണ്ട് വിശേഷം? നിങ്ങളെ കാണാറുണ്ട് ഞാൻ. ഷുഗർ ഡാഡി അല്ലേ, ഫുഡ് ഡാഡി പറഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ആ പേര് ഒഴിവാക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇവര് വേണ്ടാന്ന് പറയുന്നതോറും ആൾക്കാർ വിളിക്കും, അതാണ് പ്രശ്നം. ഞാൻ ഇപ്പൊ മിണ്ടാതിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരെ നടത്തിക്കോളും. പിന്നെ അങ്ങനെ ഫുഡ് ഡാഡി ആയാലും പിന്നെ കുഴപ്പം, ഷുഗർ ഡാഡി ഒന്നും വേണ്ടേ. അതെ നീ പറഞ്ഞു, ഇനി അങ്ങനെയും കൂടെ ഒരു പേരും കൂടെ ഉണ്ടാക്കി തന്നാൽ എന്ത്. ഇന്നല്ലേ ഇന്ന് എല്ലാവരും വ്ളോഗ്. എൻ്റെ അമ്മ, ഇത് ആരാണ്? ഓ മൈ ഗോഡ്, കൊള്ളാടാ, അടിപൊളി, സൂപ്പർ, നൈസ്. അങ്ങനെ എന്താ പറയല്ല, ചെറുക്കനെ എന്താ കല്യാണ ചെറുക്കൻ. കല്യാണ ചെക്കൻ റെഡി ആയിരിക്കുകയാണ്, സെറ്റായിരിക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. കഴിച്ചോ. അപ്പോൾ ഗൈസ്, കാർത്തിക് റെഡി ആയിരിക്കുകയാണ്, കുടുംബക്കാരൊക്കെ ആയിട്ട് കുശലം പറയുകയാണ് അവൻ. കൊള്ളാം കേട്ടോ, പയ്യൻ നല്ല അടിപൊളി ഗ്ലാമറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവനെയും കൊണ്ട് നേരെ കല്യാണ മണ്ഡപത്തിലോട്ട് പോകുന്നു, കെട്ടിച്ചു വിടുന്നു. അതാണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ. അതുകൊണ്ട് അവിടെ വ്ളോഗിങ് പരിപാടികൾ നടക്കുന്നു. കല്യാണത്തിൻ്റെ അന്നും വ്ളോഗിങ്, അതാണ് അവൻ്റെ ഡെഡിക്കേഷൻ. റിയാക്ഷൻ
ലുക്ക് കേട്ടാ. എന്താ ലെൻസ് വെച്ചേക്കണ സൂപ്പർ കേട്ടാ. ചേരുന്നുണ്ട്, അടിപൊളി ചേരുന്നുണ്ട്, സൂപ്പർ. ഫോട്ടോഗ്രാഫറിന്റെ കണ്ണുകളിലൂടെ നോക്കി ഇഷ്ടപ്പെട്ട. അതെ, നീയിപ്പോ കുറെ ഫോട്ടോ എടുക്കണമല്ലോ ഇന്ന് നീ ഫോട്ടോ എടുത്തൊരു വഴിക്കാവും ചിരിച്ച് വായക്കൊന്ന് അനക്കിയൊക്കെ വെച്ചോ. ഫുഡ് അടി വിത്ത് കാർത്തിക് സൂര്യ. എങ്ങനെയുണ്ടാ ഫുഡ്? നല്ല ഫുഡ്, നല്ല കടലക്കറി. കഴിച്ചു. നീ കഴിച്ചാടാ? എങ്ങനെയുണ്ട് സുജിത്തണ്ണ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഇന്ന് ഫുഡ് ബ്ലോഗേഴ്സ് മീറ്റപ്പാണ് ഗൈസ്. ഇന്ന് എല്ലാവരെയും കൊണ്ട് ഫുഡിന്റെ റിവ്യൂ പറയിപ്പിക്കലാണ്. എന്നെ ഇതുപോലെയാണ് ഫുഡ് ബ്ലോഗർ ആക്കിയത്, ഫുഡ് ഡാഡി ആക്കിയത്. പുതിയ പേരിട്ടടി, ഷുഗർ ഡാഡി എന്ന്. പുള്ളി ഷുഗർ ഡാഡി. നീയാണ് ഇതിന് കാരണം. നീ ഇനി ഫുഡ് ഡാഡി എന്ന് വല്ലതും പറഞ്ഞാലാണ് നോക്കിയോ, പറഞ്ഞ് ഉണ്ടാക്കിയതാണ് ഈ പേര്. സത്യം പറഞ്ഞ ഫുഡ് ഡാഡി. അതെ, സത്യം. അത് പിന്നെ പരിണാമ സിദ്ധാന്തം സംഭവിച്ച് ഫുഡ് ഡാഡി വിത്ത് കാർത്തിക്. ഒരു സിദ്ധാന്തമല്ല, നീ ഉണ്ടാക്കിയ സിദ്ധാന്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കമന്റ് നോക്കുന്ന കാർത്തിക് സൂര്യ, ഡെഡിക്കേഷൻ കണ്ടോ? സത്യം പറഞ്ഞ സലം ബ്രോ, ഇത് മറ്റേ ഒരു ഓഫീസിലേക്ക് പണി പോലെയാണ് അല്ലേ? മറ്റേ ഇതാണ്. എനിക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ തുടങ്ങിയോണ്ട് എനിക്കിത് അല്ല, എനിക്ക് ഇപ്പോഴേ മനസ്സിലായി തുടങ്ങി. ഞാൻ ഇപ്പൊ ഫുൾ ടൈം കമന്റ് ബോക്സിന്റെ അകത്താണ്. ഞാൻ ഇടയ്ക്ക് എന്റെ കമന്റ് ബോക്സിൽ, പിന്നെ അവന്റെ കമന്റ് ബോക്സിൽ ഫുൾ ഓടി നടക്കലാണ്. അതെ, രസമാണ് ഗൈസ്. നെഗറ്റീവ് വരണവരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ കാണൂല. കാർത്തിക് സൂര്യയുടെ എഡിറ്റർമാർ രണ്ടുപേരാണ് ആ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ എന്താ പറയുക, ഉത്ഭവം ഉണ്ടാവുന്നത് ദേവന്മാരിൽ നിന്നാണ്. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ കല്യാണം പൊളിക്കണ്ടേ? സെറ്റ്. എൻ്റെ വ്ളോഗിലോട്ട് സ്വാഗതം. നിങ്ങൾ അതിൽ കണ്ട് അതെ, നിങ്ങൾ രണ്ടുപേരെ ഞാനും കാണാറുണ്ട്. അങ്ങനെ നടക്കട്ടെ, ബിസി പേഴ്സൺ. അതെ അതെ, പുള്ളിക്ക് വീട്ടുകാരെ കാട്ടി ടെൻഷനാ. ഓൾ ഇൻ ഓൾ. ഈ മച്ചാനെയും കൂടെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ടി വരും. ചെറുക്കൻ ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ കിടന്നു കല്യാണ ചെക്കൻ്റെ ടെൻഷൻ. ഫോട്ടോഗ്രാഫർമാർ വളഞ്ഞിരിക്കുകയാണ്. എഡിറ്റർമാരെ മുമ്പോട്ട് ആദ്യം തന്നെ പറഞ്ഞു വിട്ടേക്കാണ്. മിസ്റ്റർ നിതിൻ, സ്റ്റാർ എഡിറ്റർ, ഇറങ്ങുന്നു. സർക്കാർ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ. എന്റെ മേക്കപ്പ് ഒക്കെ ഉമ്മ വെച്ചെടുത്തത്. സെക്കൻഡ് ടെൻഷൻ ഉണ്ട്. ഞാൻ കേട്ടാ അമ്മ അച്ഛനും കൂടെ അല്ല, അച്ഛനും കൂടെ നേരെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണാം ഗൈസ്. ബൈ ബൈ. പുതുമണവാളൻ അത് കാണാൻ വയ്യ. കണ്ണൻ ആൻഡ് ഗ്യാങ് ഒരു ബൗൺസേഴ്സിന്റെ നടുക്ക്. എനിക്കാണ് എന്തോ സ്റ്റക്കാണല്ലോ. വൈപ്പർ വീണ്ടും അടുത്ത ഫ്രഞ്ച് കിസ്. ചെറുക്കൻ നോക്കുന്നോ? ശ്വാസം വരും ഇപ്പം. അവൻ ഫ്ലൈറ്റിൽ എത്തിയതേ ഉള്ളൂ. മറ്റേ ഉറങ്ങിയില്ല അവൻ വന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ട് വരാൻ പറഞ്ഞേ. അവൻ ഇറങ്ങിയ പോലും ഇല്ലല്ലോ.
എന്താണ് നീലക്കുയിൽ, പച്ചക്കുയിൽ, മഞ്ഞക്കുയിൽ, ഓറഞ്ച് കുയിലൊക്കെ എല്ലാരും ഉണ്ടോ? അതൊക്കെ എടുക്കണം. ചെറിയൊരു ക്യാമറ ഉണ്ടല്ലേ? നീലക്കുയിലൊക്കെ എവിടെ എനിക്കൊന്നും കാണുന്നില്ല. ആരാണ് നീലക്കുയിൽ എന്നുള്ളത് അവനെ കാണിക്കുകയാണ്. മോകാരെ തന്നെ കൊള്ളാൻ. സത്യം കേട്ടോ, അവനെ കാണിക്കുകയാണ്. റീടേക്സ്, ഓൾവേസ് റീടേക്സ്. ആരാ? മിസ്റ്റർ നന്ദു, വെൽക്കം ടു മൈ വ്ളോഗ്. കാര്യം അത് കുഴപ്പമില്ല, ഒന്നുകൂടെ വെൽക്കം. ഇതിപ്പോ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ബിക്കോസ് ആ ഒരു എഫേർട്ട് എല്ലാവരും കാണുന്നുണ്ട്. നൈസ്. ഉത്തമ സുഹൃത്തെന്ന് പറയുന്നത് ഇതാണ് കേട്ടാ. സമ്മതിച്ച എന്നാലും അത് ശരിയാണ് കേട്ടാ. അത് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അതും കൂടെ കിടക്കട്ടെ, നെഗറ്റീവും കൂടെ ഇടാം. ഓ താലി എടുത്തില്ല. ഹായ് സനു. കാർത്തികിന്റെ കമ്പനികളെല്ലാരും വന്നു തുടങ്ങി. ഞാൻ മാത്രം ഇറങ്ങുന്നില്ലല്ലോ. കാർത്തിക് ഇറങ്ങുകയാണ്. ഇറങ്ങിയാ ഇല്ലേ? ഓ തിരക്ക് തിരക്ക്. ഇറങ്ങോ? ഞാൻ മറ്റേ വെഡിങ് വീഡിയോഗ്രാഫർ പോലെ ആയല്ലോ ഗൈസ്. ഞാൻ തന്നെ നീലക്കുയിൽ. വെറുതെ ഇരിക്കട്ടെ. കാർത്തിക്കിനെ വെളിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ് ഗൈസ്. ചെറുക്കണ്ട മന്ദം മന്ദം പോവുകയാണ്. ഓ മൈ ഗോഡ്, തിക്കൻ തിരക്കൻ. നമ്മൾ ഓടിയാൻ കയറുന്നു. ഓ എന്താണ് ഗൈസ് അവിടെ നടക്കുന്നത്? ഫുൾ തള്ളിക്കയറ്റം. അവനെ വിടൂലേ? എന്താ കല്യാണം. എവിടെ? കാർത്തികിനെ കാണുന്നില്ല ഗൈസ്. കാർത്തിക് എവിടെ? കാർത്തികിനെ കാണുന്നില്ലല്ലോ ഗൈസ്. തിരക്ക്. ഫോട്ടോഗ്രാഫർമാരും ജേർണലിസ്റ്റുകളും വളഞ്ഞിരിക്കുകയാണ്. Oh my God, rush of the India. എന്താ തിരക്ക് ഗൈസ്, തിരക്ക് പോകുക. പന്തൽ അടിപൊളി സ്റ്റേജ് ഗൈസ്. സൂപ്പർ സൂപ്പർ. ഇവിടെ അറ്റാക്ക് ചെയ്യണ ഞാൻ കണ്ടായിരുന്നല്ലോ. നീലക്കുയിലിന്റെ പ്രതിനിധിയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടാ. അയ്യോ ഓ അങ്ങനെ എല്ലാ കുയിലും ഉണ്ട്. കിങ് ഫിഷർ അടിക്കും. ആരും കാണാതിരിക്കാൻ വേണ്ടി ബാക്കി കൊണ്ടുവച്ചു. ഓ ഹാരം 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 ഹാരമാണ് കേസ്. അതെ അതെ, അതിന്റെ അടിയില് കണ്ണനുള്ള ബിയർ. അതെ ഫുൾ ഫുൾ തട്ടിക്കൊണ്ടല്ലോ. ഓ മൈ ഗോഡ്, എഡിറ്റിംഗ് വളരെ ക്രൂരമായ ജോലിയാണ്. അതെ അതന്നെ. പിന്നെ അല്ല
അത് കണ്ടിട്ടില്ലടാ, ഞാൻ എന്താ എഫേർട്ട് ഇടുന്ന കണ്ടില്ലേ? വടിയൊക്കെ തൂക്കി വെച്ചോണ്ട് വന്ന കണ്ടില്ലേ? എന്താ അതെ അവനല്ലേ? ആരാണെന്ന് നോക്കിയ ഗൈസ്, സെലിബ്രിറ്റി ഓഫ് കാർത്തിക് സൂര്യയുടെ വ്ളോഗ്. എന്താ കണ്ട്? വെൽക്കം ടു മൈ വ്ളോഗ്. ഓ, മുണ്ടെടുത്തിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. തട്ടി അടിച്ച് വീഴാൻ നോക്കണം, അങ്ങനെയൊക്കെ കുറെ പരിപാടി. സുഖാണോ? ഞാൻ രാവിലെ എടാ ഒരെണ്ണമായിട്ട് എടുക്കാടാ, രണ്ടെണ്ണമായിട്ട് എടുത്തൂടെ? എന്താ വൈപ്പറേ, ഒരെണ്ണമായിട്ട് എടുക്കാടാ, രണ്ടെണ്ണമായിട്ട് എടുത്തൂടെ? ആദ്യം കൊള്ളാമോ നോക്കട്ടെ. ഇതാണ് നല്ല ചൂട് കേട്ടോ, സൂപ്പർ ചൂട്. ഇത് കഴിക്കണ കാണിക്കണമെന്നുണ്ട്. റിവേഴ്സ് ക്യാമറ കുറച്ച് സീനാണ്. താങ്ക്സ്. ഓക്കെ ഗൈസ്, വ്ളോഗർ ഉള്ളതുകൊണ്ട് നമുക്കറിയാം. റിവ്യൂ ഡൺ. പൊളി ബജി. ബജി തംസ് അപ്പ്. ഓ, നല്ല ചൂട് ശരി, കിട്ട ചൂട്. അവിടെ ചായ ഉണ്ട്, അടുത്ത ബജി ചൂടോടുകൂടി ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടാ. ലൈവ് കമന്റേറ്ററി ഇല്ലല്ലോ, മൈക്കൊക്കെ ഉണ്ടോ? ആ തുടക്കത്തിൽ കുറച്ച് പണിയായിരുന്നു. തുടക്കത്തിൽ ഞാൻ നേരത്തെ തീർന്നു. ഇനിയും കുറച്ച് അധികം ഐറ്റംസ് റിവ്യൂ ഉണ്ട് കേട്ടോ. അടുത്ത സാധനം വരാൻ പോണുള്ളൂ. ബജി തണുക്കണതിന് മുമ്പേ തിന്നണമെന്നുള്ളത് പഴമക്കാര് പറഞ്ഞിട്ടുണ്ട്. ആക്രമണത്തോടെ തിന്നണം. അല്ലാതെ വിശപ്പുകൊണ്ടല്ലേ? സത്യതാണെങ്കിലും നമ്മൾ പറയാൻ പാടില്ലല്ലോ. വിശക്കുമ്പോ തിന്നുമ്പോ ഒരു പ്രത്യേക സ്വാദാണ്. പോപ്കോണൊന്നും വേണ്ട, പോളി കൊച്ചുപിള്ളേർ പോപ്കോൺ വേണ്ട. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ജ്യൂസ് കുടിച്ചാലോ? ആ, എന്തോ സ്പെഷ്യൽ, എന്തോ സ്പെഷ്യൽ പാനീയമാണ് ഗൈസ്. ഒറ്റ വലി പോയി. ഒന്നും ഫീൽ ചെയ്തില്ല, പക്ഷെ ഞാൻ കുടിച്ചു. നല്ല ദാഹം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഗ്രേപ്പല്ലേ? കൊള്ളാടാ. ആ ജഗ്ഗോടെ അടുത്ത് വാങ്ങിച്ച് കമത്തിയാലോ വായി കൂടെ. ഈ ഗ്ലാസ്സിലൊന്നും ഒന്നും ആവണില്ല കേട്ടോ. രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കാൻ പോകണേ. ഉണ്ടാ രണ്ടാമത്തെ ഗ്ലാസ്. എനിക്കാണാടാ സ്നേഹം. ഇതാണോടാ സ്നേഹം, വൈപ്പറിന്റെ സ്നേഹം. ഇതെന്താടാ നിനക്ക് സ്പെഷ്യൽ? താങ്ക്സ് ഡാ. എന്താ എനിക്ക് സംശയ രോഗിയായി മാറിയിരിക്കണേ ഞാൻ. എനിക്ക് നീ കുടിച്ചിട്ട് നീ തിരിച്ചാൽ മതി. സ്റ്റക്കാണ് ഞാൻ. ബേക്കറി ജംഗ്ഷനിൽ പണ്ടൊരു പൈനാപ്പിൾ കട ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടാന്ന് അറിഞ്ഞൂടാ. സെയിം ടേസ്റ്റ്, കൊള്ളാം. കൊള്ളാം. കാർത്തികിന്റെ ഈ പരിപാടിക്ക് വന്നതോടുകൂടി ഇല്ലേ, ഒരു ദിവസം ഓഫ് ഉണ്ട്. നാളത്തെ ദിവസം കണ്ട് കഴിച്ചിരുന്ന എല്ലാം പോയി കഴിക്കും. ജീവനോടെ ഉള്ള കടകൾ മാത്രം. ആ ഉണ്ടോ? ഒരുപാട് പരിപാടി ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ കല്യാണ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഗൈസ്, ഇതാരാ വരുന്നതെന്ന് നോക്കൂ. ഗ്ലാമി ഗംഗയെ നടക്കാനും ഇരിക്കാനും സമ്മതിക്കാനും അതാ കൊണ്ടുവരും. ഓ, ഇതുപോലെ ഫേമസ് ആവണം ഗൈസ്. ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആവണം. ഓടിച്ചാടിയോള്. ആ കയറി 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 കയറി. അങ്ങനെ ഗ്ലാമിയെ കയറ്റിയിരിക്കുകയാണ്. കിഡ്നാപ്പ് ചെയ്യാനുള്ള ചുമതല നാരായണൻകുട്ടിക്കാണെന്ന് തോന്നുന്നു. എല്ലാരും ഹലോ, ഇന്ന ആരൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ പോണോ? ഗ്ലാമി സെലിബ്രിറ്റി
ഔട്ട്ഫിറ്റ് ഓഫ് ദ സെലിബ്രിറ്റീസിന്റെ ഔട്ട്ഫിറ്റിന്റെ വേണ്ടിയായിരിക്കും കേട്ടോ. കുഴപ്പമില്ല, ഇതൊക്കെ സെലിബ്രിറ്റികളുടെ ലൈഫിൽ പാർട്ട് ആൻഡ് പാർസലാണ്. കുറച്ചാൾ കഴിയുമ്പോ എന്റെ പുറകെ വരുമായിരിക്കും ഇല്ലല്ലോ അല്ലേ? അപ്പൊ കഴിഞ്ഞില്ലേ? ആ അപ്പൊ കുഴപ്പമില്ല, ഞാൻ വെച്ച് മിസ്സായി പോയെന്ന്. താങ്ക്സ് ബ്രോ. അപ്പൊ ഞാൻ ചാൻസ് ഞാൻ അവിടെ വന്നിരുന്നടാ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട്, ഒന്നും കണ്ടില്ല. പറടാ, എന്താണ് ഇന്ന് സംഭവിച്ചത് അവിടെ? ഞാൻ സ്റ്റെപ്പ് കയറി വരാൻ നേരത്ത് മച്ചാൻ്റെ അത് എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേടിച്ചാണ് ഞാൻ മുങ്ങി വയ്ക്കുന്നത്. നിന്നെ ഊരി കഴിഞ്ഞാ പിന്നെ തീർന്നല്ലോ. കുഴപ്പമില്ല. പക്ഷെ എന്റെ ദൈവമേ, നീ കൂളാടാ. ഞാൻ പണെന്ന് കേട്ടാ, നീ ആ പണിയിൽ സ്പോർട്സ്മാൻ സ്പീഡിലും കിടക്കുക. പുള്ളി തന്നെ ചമ്മണം, മനസ്സിലായില്ലേ? അതായത് നിന്റെ തൊലിക്കെട്ടി കണ്ടിട്ട് അച്ഛാ ഞെട്ടണം. ഇത് ഇത്ര ഉള്ളായിരുന്നോ എന്ന് ചോദിക്കണം നീ, മനസ്സിലായില്ലേ? ആ അതന്നെ, മച്ചാ നാണം കാണണം. മച്ചാ ഇനി ഇത് പറഞ്ഞിട്ട് ഇനി എന്റെ വലിയ ചൂര് വന്നു വേണ്ട. അല്ലല്ല, അങ്ങനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ആ വന്നിട്ട് അങ്ങനെ അവർ ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ ശ്വാസത്തിരിക്കുകയാണ് ഗൈസ്. അവന് കൊണ്ടുവന്നത് ഗൈസ്. ഒന്നുമില്ലടാ, ഇത് ഊരിപ്പോ ഇപ്പം. ഇത് വ്ളോഗാടാ, ഞാൻ വ്ളോഗ് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊരു വ്ളോഗറിന്റെ രോദനം. അത് കൊള്ളാം അല്ലേ? എക്സ്ക്ലൂസീവ് സെലിബ്രിറ്റികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്ളോഗ്. ഞാൻ രക്ഷപ്പെട്ടേ. അതെനിക്ക് മനസ്സിലാവും. അമ്പലമൊക്കെ കൊണ്ട് ചേച്ചി എന്തൊക്കെയാ ഇതൊക്കെ? ആണല്ലേ? എന്റെ പേര് താമസത്തിൽ ഒരുങ്ങുമ്പോ ഇല്ല, ആ സൈഡിൽ ഇരിക്കുന്നോണ്ട് എനിക്ക് ആരും മുഖം തരുന്നില്ലല്ലോ. എല്ലാ ക്യാമറമാനും എല്ലാരും ചെയ്യണുണ്ടപ്പോ ഞാൻ എടുക്കാൻ എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുന്നവർ. അയ്യ
ഇവിടെ കാണും. കുറച്ച് ടെൻഷനുണ്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വ്ലോഗ് ചെയ്യാൻ. ഇല്ലടാ അത് ചെയ്യണം, നോക്കാം. ഓഹോ, ഈ ഷവമി നല്ലതാണ് കേട്ടാ ഓർഡർ. വെൽക്കം ടു വ്ളോഗ് അഗൈൻ. ഓരോ കല്യാണത്തിനാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ട്? അതെ, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക പയ്യെ പയ്യെ. എങ്ങനെയുണ്ട്? എപ്പോ വന്ന് കാണാം കാണാം.
എന്താണ് ഹാപ്പി ഓക്കെ ലോല ഇങ്ങനെ കിടന്ന് ഇളകണം നിന്റെ കാതിലോല. Whole gang. Everything is over. എന്തുവാടാ ഇത്? ഒരു മൈൻഡ് ഇല്ലല്ലോ ഫുഡ് ഹലോ ഹലോ ഗായ്സ്, സന്തോഷായോ? കഴിഞ്ഞില്ല, കഴിയില്ല. 1 മണി 2 മണി നിന്റെ തൊണ്ട ചുക്കാൻ മണി. അതാണ് നമ്മളിവിടെ കാഴ്ചവെച്ച ബോഡി ഷോ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെയാണ് ഇവിടത്തെ കാരണം. ഇവൻ എന്ത് ചെയ്യും? അച്ഛനെ മാറ്റി നിർത്തി ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇറക്കിയെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം 6 പാക്ക് ആവണം. അത് ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് 6 പാക്ക് ഉള്ള പയ്യന്മാരോട് ഇറക്കി. പിന്നെ എന്റെ കല്യാണത്തിന് ഇവൻ ജട്ടി വെച്ചു. ഞാന് അച്ഛനെ ഓർത്തു, ഇവന്റെ അമ്മയെ ഓർത്തു, നാട്ടുകാരെ ഓർത്തു. അതുകൊണ്ട് ജട്ടിയുടെ 1 ഇഞ്ച് കൂടുതലുള്ള നിക്കർ ഞാനിവിടെ ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം ഒരു കൂടുതൽ കല്യാണം ബുദ്ധിമുട്ടിക്കുന്നില്ല. കല്യാണം ബുദ്ധിമുട്ടിക്കില്ല. ഇവിടെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ ഞാൻ കാഴ്ച സമയത്തിന് നിങ്ങൾക്ക് വേണ്ടി കാഴ്ച വയ്ക്കുന്നു. മുണ്ടില്ലാത്ത ഷോ. എങ്ങനെ ഇഷ്ടപ്പെടുന്നു? നല്ല മണികിലൊക്കെ ഉള്ള ഒരു പണിയായി പോയി. നമ്മൾ വന്നിരിക്കുന്നത് സദ്യ അടിക്കാൻ വേണ്ടിയാണ്. കാർത്തികിൻ്റെ വെഡിങ് സദ്യ. ഐ വിൽ ഷോ യു സ്പെഷ്യൽസ്. പപ്പടം തന്നെ ആദ്യം, മുളക്, ഇഞ്ചി, അച്ചാറ്, കിച്ചടി, കടല, അവിയൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഗൈസ്. ചോറ് വരട്ടെ, അടിച്ചിട്ട് നമുക്ക് ബാക്കി. ഫുഡ് കഴിക്കാൻ വരുന്നവർ അഭിയാൻ ടീം വന്നിരിക്കുന്നു.
അവൻ ആദ്യമായിട്ടാണ് സദ്യ കാണുന്നതെന്നോ. ആ നീ ഇടയ്ക്കിടയ്ക്ക് ആ പൊടിയുന്നു ബൂന്തി ഇതെങ്ങനെ എടുത്തിട്ട് ഇത് കുറച്ച് വൃത്തികെട്ട ലുക്കായി, പക്ഷെ കുഴപ്പമില്ല. ഇത് ഗ്ലാസ്സിലൊന്നും കഴിക്കരുത്. ഇതിങ്ങനെ കൈ കൊണ്ട് നാക്കി തുടച്ച് തിന്നുക. മനസ്സിലായിട്ടുണ്ട്? ബോളിയും വന്നു, ബോളിയും പാൽപ്പായസം, ഇതാണ് കോമ്പിനേഷൻ. ഇങ്ങനെ എടുക്കുക, കുറച്ച് ബൂന്തി എടുക്കുക, ഓക്കെ ഗൈസ്, അത് അൾട്രാ വൈഡ് ആക്കിയതാണ്. അടുത്ത ബോളി ആൻഡ് സേമിയ. ബോളി ഇങ്ങനെ കൊടുക്കുക. ക്യാമറ ആംഗിൾ കൈ ബാലൻസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. അമ്മോ അമ്മോ സെറ്റ്. ദിസ് ഈസ് ഹെവൻ ഗൈസ്. സേമിയയും ബോളിയും. ആഫ്റ്റർ സോ ലോങ് നല്ലൊരു സദ്യ അടിച്ച് ഗൈസ്. റിയലി ഗുഡ്, അടിപൊളി. ഓക്കെ, അപ്പോൾ കാണാം. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ആ അവളെ അനങ്ങാൻ വയ്യ അവിടെ. ജെന്യുവൻ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് കറക്റ്റ് ടൈമിൽ നമ്മൾ ചോദിച്ചത്. അതായത് അവരിറങ്ങി ഓടുന്നത്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ചു എന്നല്ലേ പേര്? അച്ചുവിടെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? സൂപ്പറല്ലേ? അബി എന്താ? ആ മനസ്സിലായി. ബിസി. ഇത് എങ്ങനെയുണ്ട്? എൻ്റെ അമ്മ ഇതെന്തോന്നു? ഓ ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ ഗൈസ്. നക്കി തുടച്ച് സൂപ്പർ ഗൈസ്, അടിപൊളി. കല്യാണ മണ്ഡലത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കെട്ടിയേക്കായിരുന്നു. ഏതോ ഒരാൾ അത് വന്ന് ഊരി, അതുകൊണ്ട് നമ്മൾ റോട്ടി കെട്ടാന്ന് വിചാരിച്ചു. ഓ അവരെ നല്ല ബ്യൂട്ടിഫുൾ പടം പോടാ. അതൊക്കെ ചോദിച്ചു വന്നേ. സ്റ്റിക്കർ അടിച്ചേക്കുന്ന ബമ്പർ ചുക്കാമണി. ഓ അല്ല വേണ്ടടാ, ഈ മണി ഞാൻ അടിക്കൂല. നീ അടിച്ചോ, നീ അടിച്ചല്ലേ അത് മതി. നിന്റെ ഞാൻ ഇന്നലെ വ്ളോഗില് നീ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു എന്റെ മുണ്ട് വരണ്ട, ഞാൻ അതിങ്ങനെ നമ്മള് സെറ്റാണ്. അതിന് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ട്. പിന്നെ അതിന്റെ ഫുഡ് വീഡിയോ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സ്റ്റാൻഡേർഡ് ആണ്. ഫുഡിനെ പറ്റിയിട്ട് കൂടുതൽ നന്നായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞാൽ മതി, അതെനിക്ക് അതൊരു വലിയ മോട്ടിവേഷൻ ആണ്. ആണല്ലേ? എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും അത് ഞാൻ ഈ പബ്ലിക്കലി കുറച്ച് ചമ്മലിപ്പോഴുണ്ട്. ഇപ്പൊ അല്ല, ഇപ്പൊ വേണ്ട, നോ ഇല്ല. അത് ചമ്മല് മാറൂല. ഞാൻ പിന്നെ വീട്ടിന്റെ അകത്ത് അടച്ചിരിക്കേണ്ടി വരും. അത് വേണ്ട. അതുകൊണ്ട് പതുക്കെ സെറ്റായി വരുന്നുണ്ട്. ഫുഡ് ബ്ലോഗ് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവൻ വരുമ്പോ ഒരു ധൈര്യമാണ്, മനസ്സിലായല്ലേ? അപ്പം സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് വരും. അതെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പടം. ആ പരിപാടിയുടെ മാനം പോയിട്ടാടാ. ഇരുമണി ബമ്പർ ചുക്കാമണി ബോഡി ഷോ. ഇതായിരുന്നു ഗൈസ് അൾട്ടിമേറ്റ് പണി. മായ്മച്ചാൻ പണിയെ കൊടുത്ത് തളർന്നിരിക്കുകയാണ്. എന്തായാലും പ്ലാനിങ് ഒക്കെ സെറ്റ് ആയില്ല. കൂടുതൽ മറ്റേ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സാധനമാണ് ഞാൻ പഠിച്ചത്. ഞാൻ ആൾക്കാർ പറയും മറ്റത് വലിച്ചു കീറി ഒട്ടിച്ച് കീറി ചട്ടി ഇട്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സെറ്റ്. പക്ഷേ കഴിഞ്ഞില്ലേ പണി? പക്ഷെ അവന്റെ വീട്ടിൽ പോകണ്ട, എന്തെങ്കിലുമൊക്കെ ചുമ്മാ കാണാൻ വേണ്ടി പോകണ്ട. എന്തൊക്കെയാണ് ഗൈസ് പരിപാടികൾ. ഷോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇതോടെ അവസാനിക്കുന്നു. പണിയുടെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സോ ലെറ്റ്സ് വൈൻഡ് ദിസ് അപ്പ് ഗൈസ്. ഞാൻ പോയി ഇത് എഡിറ്റ് ചെയ്യട്ടെ. എൻ്റെ എഡിറ്റർ ഇവിടെ ഉണ്ട്. അവനെയും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എഡിറ്റിംഗ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ.